അത്താഴം വളരെ ലഘുവായിരിക്കണം, എന്നാൽ അത് ഇച്ചിരി ഹെൽത്തി ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇന്നെന്താ ഉണ്ടാക്കാമെന്ന് അറിയാമോ? രാജ്മ ബീൻസ് അല്ലേ. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ എനിക്കിഷ്ടം കേട്ടോ. നന്നായിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു കുക്കർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതിലേക്ക് അയമോദകം, പെരിഞ്ജീരകം, ഒരു കറുവപ്പട്ട, ഒരു ഗ്രാമ്പൂ, ഒരു ഏലക്ക എല്ലാം കൂടെ പൊട്ടിച്ചിട്ടിട്ട് അതൊന്ന് വഴറ്റി വരുന്നതിന് ശേഷം നമ്മൾ ഉള്ളി, സവാളയില്ലേ, അത് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്തിരി കാശ്മീരി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കളറ് കിട്ടും കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടാവും കാണാനും, കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് അവയൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ ഇടുന്നത് മല്ലി ഇടാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഒന്ന് ചതച്ച പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു മണമൊക്കെ പോകുമ്പം ഗരം മസാലയും ചേർത്ത് പിന്നെ തക്കാളി, 2 തക്കാളി മിക്സിയിൽ അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ജസ്റ്റ് ആ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് സോട്ടേ ചെയ്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് പാകത്തിന് ചൂടുവെള്ളം ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് അതിനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. എനിക്ക് 4 വിസിൽ മതിയായിരുന്നു കേട്ടോ. നന്നായി വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഞാൻ ചപ്പാത്തിയിലൂടെയാണ് സെർവ് ചെയ്യുന്നത്. അടിപൊളിയാണ് കേട്ടോ.